ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ സഭ വലിയ നോമ്പിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ. ക്രിസ്തീയ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമാണ്. സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കിയുള്ള ഒരു തീർത്ഥാടനം. പരിശുദ്ധ നോമ്പിൽ കുത്തനെ മുതൽ കെംദ വരെയുള്ള 7 ആഴ്ചകളാണ് നോമ്പിലുള്ളത്. ഈ വലിയ നോമ്പിന്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ നോമ്പിന്റെ റിസൾട്ട്? അല്ലെങ്കിൽ ഈ നോമ്പ് മൂലം എന്താണ് സാധ്യമായിത്തീരുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. എപ്പോഴാണ് ഇത് സാധ്യമായത്? നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. പിശാചിന്റെ വാസലമായ മരുഭൂമിയിൽ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ പാപങ്ങളിലൂടെ, മോഹങ്ങളിലൂടെ കർത്താവിനെ പരാജയപ്പെടുത്തുവാനായിട്ട് പിശാച് ശ്രമിച്ചുവെങ്കിലും കർത്താവ് പിശാചിനെ തോൽപ്പിച്ചു. അപ്പോഴാണ് പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചത്. പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ സർപ്പം ഹവ്വായുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, തിന്നുകഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആയിത്തീരുന്നത് എന്നീ പ്രലോഭനങ്ങളാണ് ഹവ്വായുടെ മുമ്പിൽ നിരത്തിവെച്ചത്. ഈ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ പാപത്തിന് അടിമയായി. പാപത്തിനടിമയായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായിട്ട് യേശു തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്ന് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് ചെന്ന് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പിശാചിനെ തോൽപ്പിച്ച് പിശാചിനെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് പറയുന്ന അനുഭവമുണ്ടായത്. പ്രിയമുള്ളവരെ, നാമും ഈ പരിശുദ്ധമായ നോമ്പിലൂടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനും പിശാചിനെ അതിജീവിക്കുവാനും പിശാചിനെ ജയിക്കുവാനും ഇടയാകുമ്പോഴാണ് ഈ വാക്ക് അർത്ഥവത്തായിത്തീരുന്നത്. പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന്. പ്രിയമുള്ളവരെ, നോമ്പിലൂടെ അത് സാധ്യമാകുവാനായിട്ടിടയാകട്ടെ. പിശാചിനെ തള്ളിക്കളയുവാനും മാലാഖമാരുടെ സാന്നിധ്യം, ദൈവികമായ അനുഭവം നാം സ്വയത്താക്കുവാനും ഈ പരിശുദ്ധമായ നോമ്പിലൂടെ സംഗതിയാകട്ടെ. നോമ്പ് അനുഗ്രഹകരമായി തീരട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.